Listen carefully. Empowering ethically and enabling our youth through debates and thoughts. Only on White Tips. കഴിഞ്ഞ ആഴ്ചയിൽ മൂല്യബോധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചു. അതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട മൂല്യങ്ങൾ ഏതാകുന്നു എന്നുള്ളത് ഏകദേശമൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മളിൽ ഉണ്ടാകേണ്ട വിശ്വാസം, സത്യസന്ധത, ബഹുമാനം, പരസ്പരം വളർത്തുവാനുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങൾ നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞ ആഴ്ചയിൽ. അതിനെ തുടർന്ന് നമ്മൾ ഈ ആഴ്ചയിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ചയ്ക്കെടുത്തത് പരസ്പരം എങ്ങനെ വിലയുള്ളവരാക്കി നമുക്ക് കാണുവാനും പരസ്പരം നമുക്ക് എങ്ങനെ വിലയുള്ളവരാക്കി മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കും എന്നുള്ള വിഷയം. അതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. മിസ്സസ് അജിത KM, ടീച്ചിംഗ് ഫാക്കൽറ്റി, സാൻ ജോസ് CMI പബ്ലിക് സ്കൂൾ. മിസ്റ്റർ ജിജു വർഗീസ്, മോട്ടിവേഷൻ സ്പീക്കർ, ട്രെയിനർ ആൻഡ് റേഡിയോ ജോക്കി. Reverend Dr. George Varghese, Marthoma Guidance and Counseling Center, Ernakulam. San Jose CMI Public School, Koduveli PO, Karimannur, Thodupuzha. ഈ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ എവിടുന്നാ കേട്ടിട്ടുള്ളത്? വീട്ടിൽ തന്നെ കൊടുക്കേണ്ട മൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിസ്ഥാനം അല്ലെ ഫൗണ്ടേഷൻ തന്നെ സെറ്റായി. എന്നാൽ മാതാപിതാക്കൾ മൂല്യബോധമുള്ളവരല്ലെങ്കിൽ അത് പിന്നെ മറ്റു പല സ്ഥലത്ത് നിന്ന് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇന്നത്തെ സമൂഹം എന്ന് പറയുമ്പോൾ പിള്ളേരുടെ നീ അവന്റെ മോളിൽ പഠിച്ച് നീ അവനെക്കാളും കൂടുതൽ സ്കോർ മാർക്കണം, ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡാണ് ഇപ്പൊ തന്നെ പേരൻസിന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. കുടുംബത്തിൽ നിന്നാണ് ഇത് കിട്ടേണ്ടത് എന്ന് പറഞ്ഞുവെങ്കിലും ഇന്ന് കുടുംബത്തിൽ നിന്ന് അത് കിട്ടാനായിട്ട് ഇച്ചിരി വിഷമമാണെന്നാ പറഞ്ഞത്. പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, മൂല്യബോധമുള്ളവരാക്കി വളർത്തുക, അതാണല്ലോ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷെ ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉത്തരത്തിന് വളരെ വൈഡ് ഒരു നോളജ് ഉണ്ടാവും. നമ്മളിൽ തന്നെ വിലയുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവരെ വിലയുള്ളവരായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല. മറ്റുള്ളവർ നമ്മെ വിലയുള്ളവരായിട്ടും കാണത്തില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അടിസ്ഥാനപരമായിട്ടുള്ളത് സ്വയം വിലയും ബഹുമാനവും ഉള്ളവരായി തീരുക. നമ്മൾ എന്തിനാ നമ്മളിൽ തന്നെ വിലയുള്ളവരായി തീരുന്നത്? എന്തിനാ? നിങ്ങൾ വിലയുള്ളവരാണോ? എന്തുകൊണ്ടാ? നമുക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. നമുക്ക് എന്ത് വിശ്വാസം ഉള്ളത് കൊണ്ടാ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരാളാണ്, എനിക്ക് ഇങ്ങനെ കഴിവുകളുണ്ടെന്ന് ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നേ? നമ്മുടെ ആക്ഷൻസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇടപെടൽ, അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വിശ്വാസം കൂടെയാണ് ഞാൻ എന്നെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന അവരുടെ പ്രതികരണത്തിലൂടെ. അതിനു മുൻപ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, ഞാൻ എന്തുകൊണ്ടാ വിലയുള്ളവനാകുന്നത്? എന്നെ വിലയുള്ളവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നെ ദൈവം വിലയുള്ളവനായി സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ വിലയുള്ളവനാ. അങ്ങനെ സൃഷ്ടിച്ച ഞാൻ എൻ്റെ വിലയെക്കുറിച്ച് എന്തിനാ സംശയിക്കുന്നേ? ആ വിലയെ നമ്മൾ അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റൊരാളിലേക്ക് നോക്കുമ്പോൾ അവരെ ആരാ സൃഷ്ടിച്ചേ? അവരെയും ദൈവം സൃഷ്ടിച്ചല്ലേ? അപ്പോൾ അവർ വിലയുള്ളവരാണോ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഞാൻ എന്നെ വിലയുള്ളവനായിട്ട് കാണുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മറ്റൊരാളെ ഞാൻ വിലയുള്ളവനായിട്ട് കാണും. അങ്ങനെയാണെന്ന് വരികിൽ മറ്റൊരാളെ നോക്കി നിസ്സാര എന്ന്
വിളിക്കാനായിട്ട് പറയാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ? മറ്റൊരാളെ നമ്മൾ കണ്ട് കഴിവില്ലാത്തവന്, നമ്മളെ പോലെ ബുദ്ധിയില്ലാത്തവൻ, അവരെ പുച്ഛത്തോടെ നോക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. എന്താ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നാ? പണ്ട് കാലത്ത് നിലനിന്നിരുന്നൊരു സംസ്കാരമാണ് തീണ്ടല്, മറ്റുള്ളവരെ തൊട്ടുകൂടായ്മ, അങ്ങനെ കളറിന്റെ ബേസിലൊക്കെ തിരിക്കുന്നത്. അപ്പോ അതെന്തുകൊണ്ടായിരിക്കും നിലവിൽ വന്നത്? ജാതികളുടെ പേരില്, വർഗത്തിന്റെ പേരില്, വർണ്ണത്തിന്റെ പേരില് ഒക്കെ പല രീതിയിലുള്ള വിഭാഗീയതയൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഒരാളെയും നമ്മൾ നിസ്സാര എന്ന് കാണുകയോ അവരെ പുച്ഛിക്കുകയോ ചെയ്യരുത്. കാരണം എല്ലാവരും വിലയുള്ളവരാ. അദ്ദേഹം സമ്മതിക്കുന്നോ? പറഞ്ഞാട്ടെ. അച്ഛൻ പറഞ്ഞു സ്വന്തം ഒരു വിലയുള്ള ഒരാള് സമൂഹത്തിൽ ഇതാണ്. എന്നാൽ ഈ വില നഷ്ടപ്പെട്ട ഒരു ആളുണ്ടെന്ന് സങ്കല്പിക്കുക. ആ ആളോടുള്ള സമൂഹത്തിൽ നിന്നൊരു പുച്ഛം, അയാളെ കാണുമ്പോൾ ഒരു ചിരി, അങ്ങനെ ഒരു പുച്ഛം, അങ്ങനെ പുച്ഛമുള്ള ആൾക്ക് ആ സ്വന്തം ഒരു വില കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കും. എന്റെ വില എങ്ങനെയാ നഷ്ടപ്പെടുന്നേ? ഇപ്പോൾ എന്തെങ്കിലും ഒരു കേസിൽ ഇടപെടുക, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടു പോയാൽ, ഞാനൊരു കേസിലോ മറ്റോ ഇടപെട്ടു പോയാൽ ഞാൻ പലരുടെയും മുമ്പിൽ ലജ്ജിതനാകും. പക്ഷെ അപ്പോഴും ഞാൻ വിലയുള്ളവനാ, ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാ. അപ്പോഴും പക്ഷെ മറ്റുള്ള നിന്നുള്ള പുച്ഛം അയാൾക്ക് ആ വില കൊടുക്കാൻ. അച്ഛൻ പറഞ്ഞ പോലെ ഇന്നത്തെ സൊസൈറ്റിയിൽ ഞാൻ ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞ ഒരിക്കലും ഒരാൾക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് മത്സരത്തിന്റെയും അല്ലെങ്കിൽ കുരുട്ടുബുദ്ധിയുടെ ലോകമാണ്. ഞാൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് ഒരിക്കലും ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. ഇദ്ദേഹം പറയുന്നത് ഇന്നത്തെ സമൂഹം, ലോകം കുരുട്ടുബുദ്ധിയുടെ ഒരു ലോകമാണ്. അവിടെ ഞാൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, വില കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലെന്നാ പറയും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കേൾക്കട്ടെ. നിങ്ങൾ അതിനോട് എഗ്രി ചെയ്യുന്നോ ഡിസഗ്രി ചെയ്യുന്നോ എന്ന് പറഞ്ഞാട്ടെ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാട്ടെ. അച്ഛാ, ഞാൻ പറയുന്നത് ഒരിക്കലും നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. എങ്ങനെ പറയാൻ സാധിക്കില്ലെന്ന്? ഒരിക്കലും ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പറയണമെങ്കിൽ ഒരാളും നമ്മെ കളിയാക്കുകയോ മറ്റോ യാതൊരു വിധത്തിലും നമ്മെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മെ ഉപദ്രവിക്കാതിരിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നിരിക്കട്ടെ, അത് അച്ഛൻ എന്നോട് തിരുത്താതെ എന്നെ കളിയാക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു മനസ്സിലെ ഞാൻ നല്ലൊരു കൊച്ച എന്നുള്ള ഒരു എന്താ പറയാ, ഒരു എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാകും. അതെ, എൻ്റെ മനസ്സിലെ ആ ഒരു സ്ട്രെങ്ത്, ഞാൻ നല്ല കൊച്ച എന്നുള്ള എനിക്ക് തന്നെ എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു വില അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യമുണ്ട്. എലനോർ റൂസ്വെൽറ്റ് എന്ന് പറഞ്ഞ ഒരു US വലിയൊരു പ്രാസംഗികനായിരുന്നു, വലിയൊരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു. പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, നോബഡി ഗിവ്സ് യു ദ പെർമിഷൻ ടു മേക്ക് യു ഫീൽ ഇൻഫീരിയർ അതർ ദാൻ യു. നിങ്ങളല്ലാതെ വേറെ ഒരാളും നിങ്ങൾക്ക് കഴിവ് കുറവാണ്, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, നിങ്ങൾക്ക് റെസ്പെക്റ്റ് ആയിട്ട് തരണ്ട, ഇങ്ങനെയുള്ള പറയുന്നതിൻ്റെ ഒരു സാധ്യത ഒരുക്കി വെക്കുന്നത് നമ്മൾ തന്നെയാണ്. സോ ദാറ്റ് ഇസ് വൈ ആ പറഞ്ഞ ഒരു കാര്യം, ഡിമാൻഡ് റെസ്പെക്ട്. ഐ ഡിമാൻഡ് റെസ്പെക്ട്, കമാൻഡ് അല്ല. ഈ ഡിമാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഇക്വിപ്പ് ചെയ്യുമ്പോഴാണ് വെച്ചാൽ ഈ റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നതും. ഞാൻ കാണിക്കുന്ന റെസ്പെക്റ്റ് കൊണ്ട് തന്നെയാണ് സമൂഹം എന്നെ റെസ്പെക്റ്റ് തിരിച്ച് മടങ്ങിത്തരുന്നത്. ഉടനെ ഒരാൾക്കും പെർമിഷൻ ഇല്ല എന്നെ റെസ്പെക്റ്റ് കുറവായിട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുമോ? അതായത് നമുക്ക് അപകർഷതാബോധം ഉണ്ടാക്കുവാനായിട്ട് വേറെ ഒരാളെ കൊണ്ട് സാധിക്കത്തില്ലെന്നാണ് സാറ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മളെക്കുറിച്ച് അപകർഷതാബോധമുള്ളവനാണ്. അത് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനെ കുറിച്ച് കേൾക്കട്ടെ. ഞാൻ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും. അത് ചിലവർക്ക് ചില കാര്യത്തിലായിരിക്കും മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് വേറെ ഫീൽഡിലായിരിക്കും മികവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് മനുഷ്യർക്ക് തമ്മിൽ ആണെങ്കിൽ പോലും മറ്റൊരാളെ കളിയാക്കാനോ അല്ലെങ്കിൽ എൻ്റെ കഴിവ് അവനില്ല എന്നോ പറയാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അപ്പം മറ്റൊരാൾ എന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എൻ്റെ സകല ബഹുമാനവും പോകും എന്ന് പറഞ്ഞതിനോടാണ് നിങ്ങൾ ഈ ചർച്ചകളൊക്കെ നടത്തുന്നത് അല്ലേ? യെസ്. പലപ്പോഴും പലർക്കും നല്ല സ്വഭാവങ്ങളുണ്ട്, ചീത്ത സ്വഭാവങ്ങളുണ്ട്. എങ്കിലും സമൂഹം എപ്പോഴും ഒരാളെ വിലയിരുത്തുന്നത് അയാളുടെ ചീത്ത സ്വഭാവങ്ങളാണ് കൂടുതൽ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അയാൾക്ക് കിട്ടേണ്ട ബഹുമാനം, നല്ല കാര്യങ്ങളിൽ കൂടി കിട്ടേണ്ട ബഹുമാനം ഇടിഞ്ഞു പോവുകയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കട്ടെ. ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്ന് എന്താ പറയാ, കാശുള്ളവനാണ് ഇന്ന് സമൂഹത്തിൽ വില. കാശുള്ളവൻ എന്ത് മോശം കാണിച്ചാലും സമൂഹത്തിന് കാണിക്കാല്ല. എന്ന് വെച്ചാൽ
പാവപ്പെട്ടവനായിരിക്കും അവൻ അടി കിട്ടുക. എന്തൊരു പ്രശ്നം ഉണ്ടായാലും കാശുള്ളവൻ അവിടെ സ്റ്റാൻഡായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു പിടിപാടുണ്ടെങ്കിൽ അവനത് അവിടെ സ്റ്റേണായിട്ട് നിൽക്കും. പക്ഷെ പാവപ്പെട്ടവനാകെ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാശുള്ളവനെ അല്ലെങ്കിൽ പ്രാപ്തിയുള്ളവനെ കളിയാക്കാൻ ആരും മുതിർക്കില്ല. അപ്പോൾ നമുക്ക് വില വേണമെങ്കിൽ ഇപ്പോൾ എന്താ ഉണ്ടാകണം? പണം വേണം അല്ലേ? കാശുള്ളവന് മാത്രമേ വിലയും ബഹുമാനവും ഉള്ളൂ. അതുകൊണ്ട് പണം വേണം. അതുകൊണ്ടാണല്ലോ ഇന്ന് പല ആളുകളും എങ്ങനെയും പണം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. പണമുണ്ടെങ്കിൽ എനിക്ക് വിലയുള്ളൂ, അപ്പോൾ പിന്നെ പണമില്ലെങ്കിൽ എനിക്ക് വിലയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം. അങ്ങനെ പണം ഉണ്ടാക്കാൻ പോകുമ്പോൾ വല്ല മൂല്യബോധവും അവിടെ വർക്കൗട്ട് ചെയ്യുമോ? മൂല്യബോധത്തിൻ്റെ വല്ല കാര്യവും അവിടെ നടക്കുമോ? യെസ്, പറഞ്ഞോ. എനിക്ക് ഇച്ചിരി ആഡ് ഓൺ ചെയ്യാനുണ്ട്. കഴിഞ്ഞ തലമുറയിൽ ഒബീഡിയൻസ്, പേഷ്യൻസ് ഇങ്ങനെയുള്ള മൂല്യങ്ങളായിരുന്നു. പക്ഷെ പുതിയ തലമുറയിലേക്ക് വന്നപ്പം ആ മൂല്യങ്ങൾ മാറുകയാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന 2 മൂല്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. മണി, ഇൻഫർമേഷൻ. മണി എന്നുള്ളൊരു മൂല്യമാണ് ഇപ്പോഴത്തെ പ്രധാന മൂല്യം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. യെസ്, നമ്മളിവിടെ സൊസൈറ്റിയുടെ നെഗറ്റീവ് ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൊസൈറ്റി ഉണ്ടാക്കുന്നത് ആരാ? നമ്മൾ സോഷ്യൽ ആനിമൽസ്, നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ സൊസൈറ്റിയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എനിക്ക് ദൈവം കുറച്ച് മൂല്യങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ആ ഒരു വിശ്വാസം അതിൽ ഉറച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ സൊസൈറ്റി നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു എക്സ്റ്റെന്റ് വരെ നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും. മൂല്യബോധത്തിലേക്ക് തിരിച്ചു വന്നാൽ സൊസൈറ്റിയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ പലതും മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് അല്ലേ? യെസ്, പറഞ്ഞാട്ടെ. പണം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിൽ ഒരു വിലയുള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഈ പണത്തിന് വേണ്ടി നമ്മൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ പല തെറ്റുകളിലേക്കും വീഴുന്നുണ്ട്. ഈ പണത്തിന് വേണ്ടി പോയ മിക്ക ആൾക്കാരും അവസാനം തകർച്ചയിലോട്ടാണ് വന്നിട്ടുള്ളത്. അവർക്ക് മനസ്സമാധാനമില്ല, എപ്പോഴും ടെൻഷൻ, അങ്ങനെ അവർക്ക് അവരുടെ ഉള്ളിലുള്ള മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുകയും. ഇദ്ദേഹം പറയുന്നത് ജീവിക്കാൻ വേണ്ടി പണം വേണം, എന്നാൽ പണത്തിന് വേണ്ടി ജീവിച്ചാൽ ഉള്ള സമാധാനവും നഷ്ടപ്പെടും, മൂല്യങ്ങളും എല്ലാം നഷ്ടപ്പെടുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. യെസ്, ഇന്ന് ഈ ലോകത്തിൽ പണമുണ്ടെങ്കിലേ നമുക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഒരാൾക്കുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ബഹുമാനം നൽകുന്നു. ഒരു അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ അത് വളരെ നന്നായിട്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ തന്നെ നമ്മൾ അദ്ദേഹത്തോട് ആദരിക്കുന്നു, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. നമ്മൾ അപ്പോൾ പണം കൊണ്ട് മാത്രമല്ല നമുക്ക് ബഹുമാനം ലഭിക്കുന്നത്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കും. പണം കൊണ്ട് മാത്രമെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് പണമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. യെസ്, ഈ ലോകത്ത് ഇപ്പോഴും പണം കൊണ്ട് മാത്രമല്ല മിക്കവരും ജീവിക്കുന്നത്, സ്വന്തം കഴിവുകൾ വളർത്തി. ഏറ്റവും വലിയ ഉദാഹരണമാണ് ബിൽ ഗേറ്റ്സ്. താങ്കൾ പരീക്ഷയിൽ തോറ്റുപോയിട്ടും തന്റെ കഴിവുകൾ വളർത്തി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് തന്നെ തലവനായി ഇപ്പോൾ അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പോൾ തന്റെ കഴിവുകൾ വളർത്തിയാൽ തന്റെ ജീവിതത്തിലേക്ക് അത് ഉപകാരപ്പെടും എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിലുണ്ടായ ചില മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് സൂചിപ്പിച്ചു. പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ബലഹീനരായ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ശാരീരികമായ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ബൗദ്ധികമായ ഒരു ഡിസബിലിറ്റി, മെൻ്റൽ റിട്ടാർഡേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ളവർ അല്ലെങ്കിൽ അംഗഹീനരായിട്ടുള്ളവർ, ബലഹീനരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ പഴയ കാലത്ത് നമ്മൾ ഓർത്ത് നോക്കണം, ആ വീട്ടുകാർ മുഴുവനും ഈ ബലഹീനനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. വീട്ടുകാർ മുഴുവനും ഈ ബലഹീനതയിൽ ബലമായിട്ട് മാറുമായിരുന്നു. എന്നാൽ ഇന്ന് സമൂഹത്തിൽ ആ അവസ്ഥ മാറി. You are accepted on the basis of your performance. നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ ബലഹീനന്മാർക്ക് പെർഫോം ചെയ്യാൻ ഒക്കുമോ? അവരെ പിന്നെ ആർക്കാ വേണ്ടത്? അപ്പോൾ വീട്ടിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആളില്ല. അങ്ങനെ വരുമ്പോഴാണല്ലോ അവരെ അവർക്ക് വേണ്ടിയുള്ള ചില ഹോമിലൊക്കെ കൊണ്ടുവന്ന് വിടുന്നത്. ഇത് സമൂഹത്തിന്റെ ഒരു മാറ്റമാകട്ടോ. അച്ഛൻ പറഞ്ഞ പോലെ യു ആർ സെലക്ടഡ് ഇൻ ദ ബേസിസ് ഓഫ് യുവർ പെർഫോമൻസ്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ബുദ്ധിയുള്ളവന് അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റിന് ഒരു അഡ്മിഷൻ വരുന്ന വെച്ചു, ബുദ്ധിയുള്ളവനും കാശുള്ളവനും തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസമുണ്ട്. ഇവൻ കാശ് കൊടുത്ത് അഡ്മിഷൻ മേടിക്കുന്നു, അവിടെ കഴിവുള്ളവൻ താന്നു പോവുകയാണ്. പലരും ഗ്രേസ് മാർക്കിന്റെ പുറത്ത്
പല അഡ്മിഷനും കിട്ടിക്കൊണ്ടു. ഇവിടെ ഒരു നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാവുന്നവന് ഒരുപക്ഷെ നന്നായിട്ട് ചികിത്സിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ പല കഴിവുള്ള ആൾക്കാരും അവർ തോറ്റുപോവുകയാണ് പണത്തിന് മുമ്പിൽ. അദ്ദേഹം പറയുന്നത് എത്ര ബുദ്ധി നിനക്കൊണ്ടെന്ന് വരികിലും പണമില്ലെങ്കിൽ നീ തോറ്റുപോകും. അങ്ങനെ ഞാൻ പൂർണ്ണമായി പറയുന്നില്ല. പിന്നെ എങ്കിൽ കൂടി ഈ പണമുള്ളവന് എപ്പോഴും എന്നും ഒരു അപ്പർ ഹാൻഡ് പണം ഇല്ലാത്തവന്റെ മുകളിലുണ്ട്. ഇതാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണമുള്ളവനാണ് ഏറ്റവും വിലയുള്ളവനായിട്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്നത്. എനിക്ക് ഇതിനോട്ട് ഒരു ഒബ്ജക്ഷൻ ഉണ്ട് അച്ഛാ. പറയാൻ ഒരു ചെറിയ കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന സകലരും പണക്കാരല്ലായിരുന്നു. അവരുടെ പെർഫോമൻസും അവരുടെ അറിവുകളും അവരുടെ കഴിവുകളും തെളിയിച്ച ആൾക്കാരാണ് ഇന്നും ഈ സമൂഹത്തിൽ അറിയപ്പെടുന്നവർ. എത്രയോ ആൾക്കാരുണ്ട് പണക്കാര്, എത്ര പേരുണ്ട് വിരലയിൽ ഉണ്ണാമെന്ന് മാത്രമേ ആൾക്കാരേ ഉള്ളൂ നന്നായിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ. അതും ബിക്കോസ് ഓഫ് ദെയർ പെർഫോമൻസ്. ഞാൻ ശക്തമായിട്ട് ആ ഒരു പോയിന്റിനെ ഞാൻ എതിർക്കുകയാണ്. പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം പണത്തിന് പിന്നാലെ മാത്രം പായുന്ന എന്തുകൊണ്ടാണെന്നാൽ നമ്മുടെ സ്വന്തം കഴിവുകൾ എന്താണെന്ന് നാം കണ്ടെത്തി അതനുസരിച്ച് ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. പണം മാത്രമല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ഉയർത്തി കാണിക്കുന്ന ഒരു സംഗതി, ഇന്നത്തെ സമൂഹത്തിൽ വില വേണോ? പണം ഉണ്ടായിരിക്കണം. പണമില്ലാത്തവന് വിലയില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് വരികിൽ ഒരു പണക്കാരനാകുക എന്നുള്ളതായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം, അല്ലേ? ഇത് അതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? പറഞ്ഞാട്ടെ. കുറച്ചു മുമ്പ് ജിജു സാർ പറഞ്ഞായിരുന്നു ഇന്ന് ഈ സമൂഹത്തിൽ സമ്പന്നരായത് കഠിനാധ്വാനം മൂലമാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ് അവരുടെ കാര്യങ്ങൾ എടുക്കാം. ബിൽ ഗേറ്റ്സ് കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആയതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മൂലം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കുകയും അതുമൂലം സമ്പന്നനാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് സ്വന്തം കമ്പനി ഉണ്ടാക്കി ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞ് ആ സ്വന്തം കമ്പനിയിൽ നിന്ന് അദ്ദേഹം പുറത്താകുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം മൂലം അദ്ദേഹം ആപ്പിൾ ഫോൺ അതിലൂടെ തന്നെ വളരുകയാണ് ചെയ്തത്. അപ്പോൾ അധ്വാനം കൊണ്ടാണ് ആൾ വളർന്നത്. അധ്വാനത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്, അല്ലേ? യെസ്. പക്ഷേ നമ്മുടെ പ്രസന്റ് സൊസൈറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ന് പണം ഉണ്ടെങ്കിലേ പണമുള്ളവർക്ക് ഇന്ന് വിലയുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കേസിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ പണം വാരി എറിയുമ്പോൾ അവർ രക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ വേണമെങ്കിൽ ലക്ഷങ്ങൾ നമ്മൾ പണം കൊടുത്താൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പണം ഉണ്ടെങ്കിലേ വിലയോ. അങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇദ്ദേഹത്തോട്. മദർ തെരേസായിക്ക് എന്തുമാത്രം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് മദർ തെരേസായിക്ക് ലോകം വില കൽപ്പിച്ചത്? പണമുണ്ടെങ്കിലേ വിലയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ഒരു പരിധി വരെ പണമുള്ളവർ എന്നും മുൻപന്തിയിൽ എത്തിക്കൊണ്ടിരിക്കും. പണമുള്ളവൻ മുൻപന്തിയിൽ എത്തുമെന്നുള്ളത്, അല്ലേ? അത് ഇദ്ദേഹം പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. മുൻപന്തിയിലെത്താൻ കുറഞ്ഞ പക്ഷം അവർ ശ്രമിക്കുകയെങ്കിലും ചെയ്യും പണത്തോടുകൂടെ. എന്നാൽ പണമല്ല വില എന്നുള്ളതാണ് മദർ തെരേസയുടെ ജീവിതത്തിലൂടെ കാണുന്നത്. ഫാദർ ഡാമിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ കാണുന്നത്? പണമാണോ അദ്ദേഹത്തെ വിലയുള്ളവനാക്കിയത്? ആണോ? വില്യം ഖേറിയുടെ ജീവിതത്തിലൂടെ നമ്മൾ എന്താ കാണുന്നത്? പണമാണോ അദ്ദേഹത്തെ വിലയുള്ളവനാക്കിയത്? ഇല്ല, അല്ലേ? യെസ്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ബിൽ ഗേറ്റ്സിനെ പോലെ തന്നെ ഏകദേശം കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടാണ്. അദ്ദേഹം അധികം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നായിരുന്നില്ല. ഫേസ്ബുക്ക് എന്ന സ്ഥാപനം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം വളരെയധികമായി വളർന്നു സാമ്പത്തികമായി. ലോകത്തിൽ എല്ലാ മൂലയിലും തന്നെ അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് എടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ചാരിറ്റിക്ക് വേണ്ടിയാണ് കൊടുത്തത്. അതുപോലെ തന്നെ മാർക്ക് സക്കർബർഗിനെ പോലെ തന്നെ പലരുമുണ്ട്. അവരെല്ലാവരും സ്വന്തം ജീവിതത്തേക്കാൾ കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട്. പലരെയും നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയാൻ ശ്രമിക്കാനല്ലോ. പറഞ്ഞാട്ടെ. ഇപ്പോൾ കുറേ പേര് പറഞ്ഞു, മാർക്ക് സക്കർബർഗ്, സ്റ്റീവ് ജോബ്സ്, ഇവരെല്ലാം ജി സാർ പറയുകയും ചെയ്തു പാവപ്പെട്ടവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല ആണ്. എന്നാൽ ആ സമയത്ത് അതൊരു വിഷയമല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ എല്ലാം കോമ്പറ്റീറ്റീവ് ആണ്. പഠിത്തം എന്തിൽ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാമല്ലോ. എന്നാൽ ഈ സമൂഹത്ത് പൈസ ഇല്ലാത്തവർ എന്നാൽ അമർത്തപ്പെടുകയാണ്. എന്തായാലും പണമുള്ളവരാണ് കൂടുതലും അനുഭവിക്കുന്നതല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്ന് ഒരു പുതിയ മാർക്ക് സുക്കർബർഗോ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സോ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടാകില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ള വിഷയത്തോടനുബന്ധിച്ചാണ് നമ്മൾ ചർച്ച നടത്തിയത്. ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്നത് പണമുള്ളവന് മാത്രമേ ബഹുമാനം കിട്ടുകയുള്ളൂ എന്നാണ്. യെസ്. ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് ശരിയാണ്. പണമുള്ളവർക്കാണ് നമ്മൾ കൂടുതൽ ബഹുമാനം ഇപ്പോഴത്തെ സമൂഹം കൊടുക്കുന്നത്. എന്നാൽ ഒരു പണമുള്ളവരിൽ ഒരു 10% ആൾക്കാർ മാത്രമാണ് തെറ്റായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കുന്നത്.
ബാക്കിയുള്ളവർ നേരായ മാർഗത്തിലൂടെയാണ് പണം ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ സമൂഹം അവരുടെ ആ കഴിവിനെയാണ് ആദരിക്കുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോളട്ടെ. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു വില, ആ പണം നഷ്ടപ്പെടുമ്പോൾ ആ വില അങ്ങ് പോകത്തില്ലേ? പോകും, ഇല്ലേ? എന്നാൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഒരു മനുഷ്യന് ബഹുമാനവും വിലയും ഉണ്ടെങ്കിൽ പണം നഷ്ടപ്പെട്ടാലും അവൻ്റെ ബഹുമാനം നഷ്ടപ്പെടുമോ? ഇല്ല, അല്ലേ? അപ്പോൾ നിത്യമായ നിലനിൽക്കുന്ന അക്സെപ്റ്റൻസ്, വില, ബഹുമാനം, ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള? ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ വിലയുള്ളവനാണ്. എനിക്ക് പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും ഞാൻ വിലയുള്ളവൻ. ഇതിനോട് ഡിസഗ്രി ചെയ്യാണോ? അല്ല, എപ്പോഴും നമ്മൾ പണം ഉണ്ടാക്കാൻ അമിതമായി ആഗ്രഹിക്കുന്നത് നമ്മുടെ കഴിവുകളിൽ നമുക്ക് തന്നെ വിശ്വാസം ഇല്ലാതാകുമ്പോഴല്ലേ? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവുകളിൽ നമുക്ക് പണം ഉണ്ടാക്കുന്നത് അത്ര തെറ്റായ ഒരു സംഗതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, കാണുന്നില്ല. പണം ജീവിക്കാൻ ആവശ്യമാണ്. എന്നാൽ പണത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ജീവിത മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. പണത്തിന് വേണ്ടി ജീവിച്ചിട്ടുള്ളവരുടെ എല്ലാം ജീവിത മൂല്യങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അവരുടെ കാലം കഴിയുമ്പോൾ ലോകം അവരെ മറന്നിരിക്കും. എന്നാൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തി പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും അവൻ്റെ പേര് എന്നും എന്നും നിലനിൽക്കും. ഇന്ന് മനുഷ്യൻ ആളുകളെ ബഹുമാനിക്കുന്നത് അവരുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഈ ചർച്ചയിലൂടെ നിങ്ങൾ പറയുന്നത്. ഒരു പരിധി വരെ നമ്മൾ പറയുന്നത് ശരിയാണ്. പക്ഷെ വരികിൽ അത് ശരിയായൊരു ബഹുമാനമാണോ? അപ്പോൾ ഈ വ്യക്തിയാണോ ബഹുമാനിക്കുന്നത്, അവനുള്ള പണത്തെയാണോ ബഹുമാനിക്കുന്നത്? പണമില്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബഹുമാനം പോയില്ലേ? അപ്പോൾ പണത്തെ അല്ലയോ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, വ്യക്തിയാണോ? അത് മറിച്ചുമായിക്കൂടാം. ഇവനുള്ള ഒരു മനുഷ്യർ പണം ഉണ്ടെങ്കിൽ ആ പണം വെച്ച് അവന് പലതും ചെയ്യാം. ഒന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നല്ല ചീത്ത കാര്യങ്ങൾ ചെയ്യാം. ഇവൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ സമൂഹത്തില് അന്നേരം അവന്റെ കാശിന് വിലയില്ലേ, അന്നേരം അവൻ ചെയ്യുന്ന നന്മപ്രവർത്തനങ്ങൾക്ക് വിലയില്ലേ, അങ്ങനെ സമൂഹം ഓർത്തുകൂടെ. പണമില്ലാതെ നല്ല കാര്യം ചെയ്യുന്നവരെയും സമൂഹം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പണമുള്ളവൻ എന്നും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അവന്. പണം നമ്മൾ എന്നും ഒരു അപ്പർ ഹാൻഡ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശരി. നമ്മൾ ഒരു അപ്പർ ഹാൻഡ് ആയിട്ട് പണം വെച്ചിരിക്കുന്നു. എന്നാൽ അന്തിമമായിട്ട് പലരുടെയും ജീവിത അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണമല്ല അന്തിമമായിട്ട് നമ്മുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. നമ്മുടെ വ്യക്തിത്വത്തിന് ദൈവം തന്ന വിലയാണ് നമ്മുടെ വാല്യൂ നിശ്ചയിക്കുന്നത്. ആ വില ഞാൻ ഉൾക്കൊള്ളുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരെയും വിലയുള്ളവരായിട്ട് കാണുവാൻ സാധിക്കും. പണത്തിനു വേണ്ടിയുള്ള ഒരു വിലയുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അതിനെ ഒന്ന് മാറ്റിക്കൊണ്ടു വരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പണത്തെ ബഹുമാനിക്കുന്ന ആ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഈ ചർച്ചയിലൂടെ അങ്ങനെ മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടി അതിനെ വിലയുള്ളവരാക്കി തീർക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയാണെന്ന് വരികിൽ ഈ ചർച്ച കൊണ്ട് ഫലമുണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചർച്ചയിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരിലെങ്കിലും അവരുടെ മനോഭാവങ്ങളിൽ മാറ്റമുണ്ടായാൽ ഇത് ഫലവത്തായി എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ നടത്തുന്ന ചർച്ചകൾ അന്തിമമായിട്ട് നമ്മളെ എങ്ങനെ വിലയുള്ളവരാക്കി തീർക്കുന്നു എന്നുള്ളൊരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകണം. ഈ ചർച്ചയിലൂടെ അങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാകുവാനായിട്ട് ഒരു പരിധിവരെയെങ്കിലും സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന എത്ര പേരുണ്ട്? വായിക്കാറുണ്ട്, പക്ഷെ കണ്ടിന്യൂസ്ലി. ഇന്നത്തെ കാലഘട്ടം മാധ്യമങ്ങളുടെ ഒരു അതിപ്രസര കാലഘട്ടമാണെന്ന് സാധാരണ പറയാറുണ്ട്. ആദ്യം കാണുന്ന മാധ്യമത്തിൽ വരുന്ന ന്യൂസ് എന്നെയും എന്റെ ജീവിതത്തിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അഡ്വർടൈസ്മെന്റ് കാണാനല്ലല്ലോ നമ്മൾ ന്യൂസ് ഡെയിലി വായിക്കുന്നത്. അപ്പൊ അത് ഫ്രണ്ട് പേജിലാണ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്ര പേര് മൊബൈലിൽ തന്നെ പത്രങ്ങൾ വായിക്കുന്നു? ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദ പ്രൊഡ്യൂസർ, വൈ ടിപ്സ്,
ശാലോം ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്, കേരള, ഇന്ത്യ. പിൻ 673528. ഇമെയിൽ shalomytips@gmail.com.